ഇത്തവണ രാജീവ് ചന്ദ്രശേഖർ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. നന്മ ചെയ്ത ഏത് പാർട്ടിയാണെങ്കിലും വരണം. ശിവൻകുട്ടി സാധാരണ എപ്പോഴും ഒരു വോട്ടുണ്ട്, അത് അതങ്ങ് കൊടുക്കും. ഭരണ തുടർച്ചയൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. മറ്റേത് പാർട്ടി വിശ്വസിച്ചാ കൊടി പിടിച്ചാ ജോലി. ജയിക്കും. മെഗാ ഭയങ്കര ചൂടുണ്ട് കേട്ടോ. അപ്പൊ ഈ ചൂടത്ത് വോട്ടർമാരൊക്കെ വോട്ട് ചെയ്യാൻ എത്തുമോ? എന്ത് തോന്നുന്നു? നമ്മള് നിൽക്കുന്നത് നേമത്താണ്. നേമത്തെ ജനങ്ങൾ അങ്ങനെയൊന്നും ഈ ചൂടത്തൊന്നും തളരുന്നവരല്ല. ചൂട് ഇച്ചിരി കൂടുതലാണ്, തിരഞ്ഞെടുപ്പ് ചൂടും കൂടുതലാണ്. അതിന്റെയൊക്കെ ഒരു ഉത്തരം അത് നൽകാൻ വേണ്ടിയാണ് വോട്ടർമാർ എത്തിയിരിക്കുന്നത്. ഓരോരുത്തരുടെയും പ്രതികരണത്തിലേക്കൊക്കെയാണ്. ചേച്ചി വോട്ട് ചെയ്യാൻ വന്നതാണോ? എങ്ങനെയുണ്ട്? ചൂടത്തൊക്കെയാണ് ഭയങ്കര ചൂട്. ഈ ചൂട് കാരണം വോട്ട് ചെയ്യാൻ വരുന്നില്ല എന്നൊക്കെ പറയായിരുന്നു ചേച്ചി. അങ്ങനെയൊക്കെ നടക്കുമോ? അവഗണിച്ച് വരും. കിട്ടുന്ന അവസരമാണല്ലേ അതെ നമ്മളാര് ഭരിക്കണമെന്ന് തിരഞ്ഞെടുക്കാനുള്ള നമ്മുടെ ഒരു അവസരം, അത് പാഴാക്കാതിരിക്കണം. അതെ അതെ, നമ്മുടെ നേമത്തെ തിരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം, നല്ലതായിരുന്നു. സാധാരണഗതിയിലുള്ള നല്ല പ്രകടനമായിരുന്നു. ഒരു ഭരണമാറ്റം ഉണ്ടാവും ഇത്തവണ. ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റൂല, ഒന്നും പറയാൻ പറ്റൂല. അടുത്ത മത്സരം എല്ലാ തവണയും വോട്ട് ചെയ്യാറുണ്ടോ? എല്ലാ തവണ വോട്ട് ചെയ്യാറുണ്ട്. അത് മിസ് ചെയ്യാറേ ഇല്ല. ഇല്ല ഇല്ല, ഈ പറയുന്ന പോലെ നമുക്ക് 5 വർഷത്തിലൊരിക്കൽ കിട്ടുന്നതാണല്ലോ ഈ വോട്ട് രേഖപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു അവകാശം. അതായത് നമ്മളാണ് തീരുമാനിക്കുന്നത് വരേണ്ടത് ആരാണ് എന്നുള്ളത്. അപ്പോ അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ ചേച്ചി പരിഗണിക്കുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. നേതാവ്, പാർട്ടി, അതുപോലെ തന്നെ പ്രവർത്തനങ്ങൾ, ഇത് ഏതൊക്കെയാണ് ചേച്ചി പരിഗണിക്കുന്നത്? അല്ലെങ്കിൽ ഈ പറയുന്നത് നമുക്ക് എന്തായാലും നന്മ ചെയ്ത ഏത് പാർട്ടിയാണെങ്കിലും വരണം. ജനങ്ങൾക്ക് നന്മയുള്ളവരായിരിക്കണം. അത് നോക്കിയിട്ടാണ് എല്ലാം. എങ്ങനെയുണ്ട് ഇത്തവണത്തെ വോട്ട്? എങ്ങനെയുണ്ട് ഇലക്ഷൻ? വലിയ കുഴപ്പമില്ല. തിരക്കുണ്ടോ ഇവിടെ? തിരക്കില്ല. തിരക്കില്ല. സാധാരണ തിരക്കുണ്ടാവാറുണ്ടോ? ഉണ്ടാകാറുണ്ട്, പക്ഷെ ഈ പ്രാവശ്യം തിരക്കില്ല. ഇപ്പം വോട്ട് ചെയ്യാൻ ആരും വരുന്നില്ലെന്നുള്ള ഒരു അങ്ങനെയുള്ള പ്രതീതിയില്ല. വരുന്നു ഇങ്ങനെ മറ്റൊരു എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഒരു സ്ഥാനാർത്ഥികളുടെ പ്രകടനമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഒരു പളാധിപത്യം, രണ്ടാമത് ഗുണ്ടായുസം, മൂന്നാമത് ഒരു പാവം ചെറുക്കൻ. മൂന്ന് തലത്തിലാണ്. അതെ. അപ്പൊ എന്താണ് അങ്കിളിന്റെ ഒരു പ്രതീക്ഷ? എന്താണ് ഇവിടെ ഒരു മാറ്റം ഉണ്ടാവോ അതോ ഭരണ തുടർച്ചയാണോ? ഭരണ തുടർച്ചയൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. അടുത്തോ ജനം മടുത്തു. ഭരണ തുടർച്ച വേണമെന്ന് നിങ്ങൾ പറയും. ഭരണ തുടർച്ച വേണോ? വേണ്ട വേണ്ട, അത് പാർട്ടി നോക്കി മാത്രം സഹായം ചെയ്യും. ബാക്കിയുള്ളവർക്ക് ആർക്കും ഒരു സഹായമില്ല. അങ്ങനെ എന്തെങ്കിലും സഹായത്തിന് അഭ്യർത്ഥിച്ചിട്ടുണ്ടോ? PSC ലിസ്റ്റ് ഒന്നും എടുക്കുന്നില്ല. അത് ഡെയിലി വേജസിന് മാത്രം ആൾക്കാരെ എടുക്കണം. ക്വാളിഫിക്കേഷൻ ഉള്ള കുട്ടികൾ വെളിയിൽ നിൽക്കണം. അങ്ങനെ അതിലൊക്കെ ഒരുപാട് വിഷമമുണ്ട്. അതുകൊണ്ട് ഭരണമാറ്റം വന്നാൽ ചിലപ്പോൾ അടുത്ത ആരോഗ്യ വകുപ്പിനെ വിപുലീകരിച്ച് ഒരു ജോലികൾ കിട്ടും. മറ്റേത് പാർട്ടി വിശ്വസിച്ചാ കൊടി പിടിച്ചാ ജോലി. മാറിക്കഴിഞ്ഞ ആര് വരണമെന്നാണ്? UDF അല്ലാതെ മറ്റന്മാര് വരില്ല. എന്താ BJP രാജീവ് ചന്ദ്രശേഖർ 1-2 വോട്ട് കിട്ടിയെന്നും പറഞ്ഞ് ഭരണം വരൂലല്ലോ. 1-2 സീറ്റ് കിട്ടിയെന്നും പറഞ്ഞു. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു തിരഞ്ഞെടുപ്പ് ആവേശം? എങ്ങനെയുണ്ട്? ആളുകൾ കുറവാണോ? നമ്മളങ്ങനെ അധികം വെളിയിൽ ഇറങ്ങിയില്ല. വെടിയൊക്കെ കേൾക്കണതാണ്. അത്ര വോട്ട് ചെയ്യാൻ വന്നപ്പോഴേ വോട്ട് ചെയ്യണം. ഇവിടെ അങ്ങനെ പ്രവർത്തിച്ചൂടല്ല. അല്ല, അകത്ത് ആളുണ്ടോ? വോട്ട് ചെയ്യാൻ ആളുണ്ടോ? അതെല്ലാരും അപ്പാടെ കുറച്ച് വോട്ടല്ലേ ഇവിടെ ഉള്ളൂ. എല്ലാരും വന്ന് അപ്പോഴപ്പോഴ ചെയ്യും. എന്തായാലും നമ്മളെ വോട്ട് നമ്മൾ ഉറപ്പിച്ചിരിക്കുകയാണ്. നമ്മള് പാരമ്പര്യമായിട്ട് ഒരു പാർട്ടി ആർക്ക് ചോദിക്കുന്നില്ല, പക്ഷെ കൊടുത്തു. ഞങ്ങൾ പാരമ്പര്യം ഒരു വോട്ടുണ്ട്, അത് അവർക്ക് വോട്ടൊക്കെ ചെയ്തോ? വോട്ടൊക്കെ ചെയ്തു. മണ്ഡലത്തിൽ ആർക്കായിരിക്കും സാധ്യത കൂടുതൽ? ആര് ജയിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? വികസനമൊക്കെ വരണം, അപ്പൊ ആര് ജയിക്കണം? അങ്ങനെ നല്ല ആൾക്കാർ ചെയ്യണം. നമുക്ക് മതി ആര് ജയിച്ചാലും. പെൻഷൻ പൈസയാണോ? പെൻഷൻ തന്നെ. അതില് ഒരു ടെസ്റ്റ് ഉള്ളത് ഇപ്പൊ കിട്ടുന്നത് LDF സർക്കാർ തന്നിട്ടാണ്. UDF സർക്കാർ വരുവാണെങ്കിൽ 1000 രൂപ കൂടുതൽ. ഇവര് വരുന്നുമ്പോ അത് വന്നോണ്ടിരിക്കല്ലേ. അത് ഇതിനെക്കാട്ടി ഇരുന്നപ്പോഴേ ഉള്ള പൈസയാണ്. ഇനിയിപ്പോ ഇവര് എത്ര ആക്കും എന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ. എത്ര കിട്ടും വോട്ട് ചെയ്തില്ല. വോട്ടൊക്കെ ചെയ്തു. അപ്പോ നമ്മളുടെ തീരുമാനമാണ് ഇനി നമ്മൾ 5 വർഷം ആയ ഭരിക്കണമെന്ന്. കാത്തിരിക്കുകയാണ്. ആര് വന്നാലും കിട്ടുന്ന പൈസ നമുക്ക് മാസം തോറും തന്ന വലിയ ഉപകാരമായി. വോട്ട് ചെയ്തായിരുന്നോ? എങ്ങനെയുണ്ട് മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളൊക്കെ? എങ്ങനെയുണ്ട് ഈ ഒരു 5 വർഷം കഴിഞ്ഞിരിക്കുന്നു? എന്ത് തോന്നുന്നു? കുഴപ്പമില്ല, അവർക്ക് പറ്റുന്നതൊക്കെ അവർ ചെയ്തു പോകുന്നതായിട്ട് തോന്നി. അല്ലാതെ വേറെ ഒന്നും പറയാൻ. ഈ ഭരണം മാറ്റം വേണോ? എന്ത് തോന്നുന്നു? അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം? മാറിയാ അറിയാലോ, ഓരോരുത്തരെ ഇത് മാറുമ്പോ അറിയാലോ ആരാണ് ഏറ്റവും നല്ലതായിട്ട് ഇത് ചെയ്യുന്നതെന്നൊന്നും നമുക്ക് കാണാം. ഈ പര്യടന സ്ഥാനാർത്ഥികളൊക്കെ കണ്ടിരുന്നു?
സ്ഥാനാർത്ഥി ഞങ്ങളെ വീട്ടിന്റെ അതിലേക്ക് പോയി എല്ലാരും പോയിട്ടുണ്ടായിരുന്നു. എല്ലാരും നല്ലതായിട്ട് ആർക്കായിരിക്കും ഒരു സാധ്യത കൂടുതൽ? എന്തെങ്കിലും ഒരു guess ഉണ്ടോ? UDF ആയിരിക്കും. എന്താണ് ഇങ്ങനെ നല്ല ചൂടൊക്കെയാണ്, അപ്പൊ എങ്ങനെയുണ്ട് ഇലക്ഷൻ ചൂട്? ഇലക്ഷൻ ചൂട് എന്തോന്ന് പറയാ, ഭയങ്കര ചൂട്. എന്നാലും നമുക്ക് വരാതിരിക്കാൻ പറ്റുമോ? അതെന്താ അങ്ങനെ തോന്നാൻ കാരണം? ഇപ്പൊ ഇത് നമ്മുടെ 5 വർഷത്തിൽ ഒരിക്കൽ കിട്ടുന്ന ഒരു ആണ്. അവകാശമാണ്. ആണ്, അത്ര തന്നെ. അപ്പൊ ആര് നമ്മളെ ജയിക്കാനാണ് അവകാശമാണ്. സാധ്യത? അതൊന്നും എനിക്ക് പറയാൻ പറ്റൂല. എന്നാലും ആര് ജയിച്ചാലും നമ്മളെ നാടിന് വേണ്ടി എന്ത് നല്ലത് ചെയ്താലും അവരാണ്. നമുക്ക് അതേ പറയാൻ പറ്റുള്ളൂ. സ്ഥാനാർത്ഥികളൊക്കെ വന്ന് കണ്ടായിരുന്നു. എല്ലാരും വന്നായിരുന്നു. ആരൊക്കെ വന്നു? ചന്ദ്രശേഖരൻ വന്നിരുന്നു, ശബരിനാഥ് വന്നിരുന്നു, എല്ലാരും വന്ന് കണ്ടു. ഇവരൊക്കെ വരുമ്പോ എന്താണ് പറയുന്നത്? അവരെല്ലാ വർഷവും വന്നിട്ട് പറഞ്ഞിട്ട് പോകണമെന്നില്ല. 5 വർഷം കൂടുമ്പോൾ വന്ന് പറഞ്ഞിട്ട് പോകുന്ന കാര്യങ്ങൾ തന്നെ. പക്ഷെ കുറെ പേരൊക്കെ അത് ചെയ്യുന്നുണ്ട്, നല്ലതായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമ്മൾ ചെയ്യണമല്ലോ. എങ്ങനെയുണ്ട് ഈ ഒരു അന്തരീക്ഷം കാണുമ്പോ? സാധാരണ വോട്ട് ചെയ്യാൻ വരുന്ന രീതിയിൽ എന്തെങ്കിലും തിരക്കുണ്ടോ ഇവിടെ? തിരക്കില്ല. തിരക്കില്ല. അപ്പൊ ആരും വോട്ട് ചെയ്യുന്നില്ലേ? എന്തോ എനിക്ക് തോന്നുന്നു വൈകുന്നേരമേ വരുള്ളൂ. ഈ വെയിലത്തെ ചൂട് പിടിച്ചിരിക്കുന്ന സമയത്ത് വരാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്തായാലും നമ്മളെ വോട്ട് നമ്മൾ മിസ് ചെയ്യാൻ ഉദ്ദേശിച്ചു. തീർച്ചയായിട്ടും അത്ര തന്നെ. കാരണം എന്താ പറഞ്ഞ എന്താണെന്ന് നോക്കട്ടെ അല്ലേ? തീർച്ചയായിട്ടും. ശരി. ചെയ്തോ? എങ്ങനെയുണ്ട് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ്? തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് ഇവിടെ വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കും. കോൺഗ്രസ് വരുമോ? സംശയം തന്നെ. 100% കോൺഗ്രസിന്. ഈ ശിവൻകുട്ടിയുടെ കൈവെള്ളയിലാണ് നിയമം എന്നൊക്കെ പറയാം. അതൊക്കെ വെറുതെ പറയത്തില്ല. ആക്ക് പറഞ്ഞോടാ. എല്ലാവർക്കും 10-5 കൊല്ലം ഇവിടെ ഭരിച്ചു. ഇവിടെ എന്തൊരു വികസനം കൊണ്ടുവന്ന് എന്താ കാര്യങ്ങളിലായിരിക്കും? ഒന്നുമില്ല. അപ്പൊ എന്തായാലും നമ്മളെ വോട്ട് നമ്മൾ ഉറപ്പിച്ചു. ഞാൻ ഓർപ്പിച്ചു. ഞാൻ കോൺഗ്രസ് കൊച്ചുകാല തൊട്ട് കോൺഗ്രസ് തന്നെ. ഇപ്പോഴും ഭരിക്കുന്ന വരെ അത് തന്നെ. എന്റെ വോട്ട് അവരൊക്കെ ചെയ്യുള്ളൂ. ഈ ശബരിനാഥ് എന്ന് പറയുന്നത് ഒരു ചുറുചുറുക്കുള്ള മനുഷ്യനാണ്. തന്റെ ഇടമുള്ള ഒരു പയ്യനാണ്. നല്ല ആരോഗ്യം തന്റെ ഇടമുള്ള. നമുക്ക് എന്ത് കാര്യം ചെന്ന് ധൈര്യമായി ചെന്ന് പറയാം. അതിന് ഒരു മടിയും വേണ്ട. അപ്പുറത്ത് നിൽക്കുന്നത് NDA സ്ഥാനാർത്ഥി ചന്ദ്രശേഖരൻ ആണുണ്ടെങ്കിലും പക്ഷേ ജയിക്കുന്നവരെ എനിക്ക് തോന്നുന്നില്ല. ജയിക്കുമല്ലോ. ഞാൻ വോട്ട് ചെയ്തു. എങ്ങനെയുണ്ട് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ്? നിയമത്തെ അവസ്ഥ എന്താണ്? നിയമത്തെ അവസ്ഥ ഇത്തവണ രാജീവ് ചന്ദ്രശേഖർ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. അതെന്താ അത്ര ഉറപ്പ്? ഉറപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ MLA-യുടെ നേരത്തെ ഇരുന്ന MLA-യുടെ അവഗണന, പ്രത്യേകിച്ച് കാലടി വാർഡിൽ 3000 വോട്ടിന്റെ ലീഡ് ഉണ്ട് BJPക്ക്. ഇത്തവണ അതൊരു 3800 അതിൽ കവർ ചെയ്യും. 22,000 വോട്ടിന്റെ ഭൂരിപക്ഷം പാർലമെന്റ് ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അതിനെക്കാട്ടിലും കൂടിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും. UDF-ന് സാധ്യതയുണ്ടെന്നും പറഞ്ഞേക്കുന്നുണ്ട്. അതൊക്കെ ഇത് PR വർക്ക് പോലെ അവര് കൊടുത്ത് വന്നതാണ്. BJP PR ചെയ്യുന്നില്ലേ? ഇല്ല. ഇവിടെ LDF-ഉം BJP ആയിട്ടാണ് മത്സരം. കഴിഞ്ഞ ദിവസം പാലക്കാട് ശോഭാ സുരേന്ദ്രന് വോട്ട് കിട്ടാൻ വേണ്ടി അതിനെ കുറിച്ചൊന്നും അറിഞ്ഞില്ല. ഇതൊക്കെ ഒരു ഇലക്ഷന്റെ ഒരു പൊതുവെ ഉണ്ടാക്കുന്ന ഒരു സ്റ്റണ്ട്. ഇല്ലെങ്കിൽ പിന്നെ സ്ഥാനാർത്ഥി ഇല്ലാതെ ഇതിന്റെ ബാക്കേ പോയിട്ട് അത് ഈ കൊടുത്ത ആളിന്റെ മുഖമില്ല. അതൊക്കെ വെറുതെ എല്ലാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകും. ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ 5 വർഷം ആര് വരണം അതിനെക്കുറിച്ച് എനിക്കറിയില്ല. ഇവിടെ BJP ഇവിടെ ഒന്നും വേണ്ട. ചേട്ടൻ ഇപ്പൊ വോട്ട് ചെയ്യാൻ പോകുമ്പോ എന്താണ് പരിഗണിക്കുന്നത്? പാർട്ടിയാണോ, നേതാവിനെയാണോ, അല്ലെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ദേശീയ രാഷ്ട്രീയത്തില് വലിയൊരു മുന്നേറ്റം BJP കാഴ്ചവെക്കുകയാണ്. അപ്പൊ അതിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് കേരളത്തില് ഈ വർഷമല്ല, അടുത്ത 5 വർഷം കഴിയുമ്പോൾ BJP വലിയ മുന്നേറ്റം നടത്തണമെങ്കിൽ ഇപ്പോൾ ആദ്യപടി എന്നുള്ള നിലയിൽ 10 സീറ്റെങ്കിലും ഇപ്പൊ നേടും. നേടിക്കഴിഞ്ഞിട്ട് അടുത്ത വർഷം ഈ 2 മുന്നണികളും തകരും. ഇവർക്ക് അധികാരമില്ല. ഒരു മുന്നണിക്ക് അധികാരം കിട്ടിയാൽ അവർ തകരും, മറ്റേ മുന്നണി അധികാരം ഇല്ലെങ്കിൽ തകരും. കിട്ടിയാൽ തകരും എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥ 10 കൊല്ലം കൊണ്ട് ഇപ്പോഴത്തെ അവസ്ഥ അറിയാമല്ലോ, ഭരിക്കുന്ന മുന്നണി. അതുകൊണ്ട് ആ മുന്നണി തകരും. മറ്റവര് അധികാരം കിട്ടിയില്ലെങ്കിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂല. ഇനി 10 വർഷം അധികാരം ഇല്ലാതെ നിന്നു. ഇനി ഒരു 5 വർഷം കൂടെ അവർക്ക് അധികാരം ഇല്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പൊ 2 മുന്നണിയും തകരും. അടുത്ത 5 വർഷം കഴിയുമ്പോൾ BJP ഇവിടെ ത്രിപുരയിൽ 1% വോട്ടിൽ നിന്നാണ് അവർ അധികാരം പിടിച്ചത്. അതുപോലെ കേരളത്തിൽ ഇപ്പം തന്നെ 18% വോട്ടുണ്ട്. ഒരു 10% വോട്ടും കൂടെ കിട്ടുകയാണെങ്കിൽ ഭരണം ഉറപ്പാണ്. എന്തായാലും നേമത്തെ വോട്ടേഴ്സ് ശക്തമാണ് എന്നുള്ളതാണ്. ഓടണ്ട, ചോദിക്കട്ടെ. ഇത് മാസ്ക് ഒക്കെ ഇട്ടുകൊണ്ട് കാണുമൊന്നുമില്ല. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പൊക്കെ? കൊള്ളാം. എല്ലാ തവണയും വോട്ട് ചെയ്യാറുണ്ട്? വോട്ട് ചെയ്യാറുണ്ട്. ഇപ്പോഴെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടോ? മിസ് ചെയ്തിട്ടില്ല, എല്ലാ വോട്ടും ചെയ്തിട്ടുണ്ട്. ആര് ജയിക്കാനാണ് സാധ്യത? ആർക്ക് ചെയ്തു എന്നത് ഞാൻ ചോദിക്കൂല, ചോദിക്കാൻ പാടില്ല. അപ്പൊ ആര് ജയിക്കാനാണ് സാധ്യത? ശിവൻകുട്ടി. അത് എത്ര ഉറപ്പ്? ഉറപ്പല്ല, കഴിഞ്ഞ തവണയും ജയിച്ചതല്ലേ. അപ്പൊ വീണ്ടും ഇത്തവണയും ജയിക്കാനായിരിക്കും ചാൻസ് കൂടുതൽ.
ഇവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ നോക്കുമ്പോഴേ ഇപ്പം ചിലരൊക്കെ പറയുന്നുണ്ട് വിദ്യാഭ്യാസ മേഖലയാണെങ്കിലും അർഹതപ്പെട്ടവർക്കൊന്നും സ്ഥാനം കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയാണ് ശിവൻകുട്ടി. അപ്പൊ അങ്ങനെയൊന്നുമില്ല. ഏകദേശം ഈ സ്കൂളൊക്കെ നല്ലതായിട്ട് ഇരിക്കുകയല്ലേ. ഇത് മുമ്പെയൊക്കെ ഒരു കുഞ്ഞു സ്കൂളായിരുന്നു. ഇപ്പൊ നല്ല നല്ല വികസനമുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് നല്ല വോട്ട് ചെയ്യാൻ പോകുമ്പോ എന്താണ് പരിഗണിക്കുന്നത്? പാർട്ടിയാണോ, നേതാവിനെയാണോ, അല്ലെങ്കിൽ നമുക്ക് എന്ത് കിട്ടും എന്നുള്ളതാണോ, അല്ലെങ്കിൽ നാടിന് എന്ത് കിട്ടും എന്നുള്ളത് എന്താണ് ചേച്ചി പരിഗണിക്കാറ്? നല്ലൊരു വ്യക്തി, നമുക്ക് സമൂഹത്തിന് നല്ലത് ചെയ്യുന്ന ഒരു വ്യക്തി, അതാണ് ഞാൻ നോക്കുന്നത്. പാർട്ടിയൊന്നുമില്ല. തീർച്ചയായിട്ടും. എന്തായാലും ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടാണ്. ചിലര് പാർട്ടി നോക്കും, ചിലര് എന്താണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ എന്ന് നോക്കും, ചിലര് ഈ പറയുന്ന വ്യക്തികളെ നോക്കും. എന്തായാലും ഇത്തരത്തിൽ ഓരോ കാര്യങ്ങൾ, ഓരോ മാനദണ്ഡങ്ങൾ, ചിലര് ഈ പറയുന്നത് എല്ലാ മാനദണ്ഡങ്ങളും നോക്കി വിലയിരുത്തി മുൻപ് എന്തായിരുന്നു എന്നതൊക്കെ വിലയിരുത്തിക്കൊണ്ടുള്ള വോട്ടെടുപ്പാണ്. നേമത്തെ ആളുകള് പകുതി ആളുകൾ പറയുന്നു ശിവൻകുട്ടി ജയിക്കുന്നു, പകുതി ആളുകൾ പറയുന്നു രാജീവ് ജയിക്കും. ആര് ജയിക്കും? എനിക്കൊരു പിടിയില്ല. ഒരു തുലാസിൽ എന്ന പോലെ നിൽക്കണം. കയ്യാലപ്പുറത്ത് തേങ്ങ പോലെയാണ്. ആർക്ക് വേണമെങ്കിലും എങ്ങോട്ട് വേണമെങ്കിലും വോട്ടർമാർ മറിയാനുള്ള സാധ്യതയുണ്ട്. അത് മാത്രമല്ല, ഈ പ്രാവശ്യത്തെ ഏറ്റവും വലിയ ലക്ഷ്യം പോളിംഗ് ഉയർത്തണമെന്നൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. ഇപ്പൊ രാവിലെയൊക്കെ നമ്മൾ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ വലിയ രീതിയിലുള്ള പോളിംഗ് ഉണ്ട്. പക്ഷെ നമ്മൾ ഈ തിരുവനന്തപുരത്തേക്ക് ഉൾനാട് പ്രദേശത്ത് ഇങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും വലിയ നിരയൊന്നും കാണുന്നില്ല, അല്ലെ? ഇത് ആളുകളുടെ ഒരു കുറവുള്ളതുപോലെ ഒരു തോന്നലുണ്ട്. അപ്പൊ ഇനി പോളിംഗിന്റെ ഒരു റിസൾട്ടൊക്കെ വരുമ്പോൾ അറിയാൻ പറ്റും എങ്ങനെയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പം സമയം ഏകദേശം 2-3 മണി സമയമായിട്ടുണ്ടല്ലോ. പൊതുവേ ഇപ്പൊ ഒരു വെയില് ആ ഒരു സാഹചര്യം ആയതുകൊണ്ട് ഇപ്പൊ വോട്ട് ചെയ്യാൻ വരുന്നവരെന്നെ പറയുന്നുണ്ട് തിരക്കുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സാധാരണ അവർ വരുമ്പോ നല്ല തിരക്കുണ്ടാകുന്ന സമയമാണ്. പക്ഷെ ഇപ്പൊ ആരും ഇല്ലെന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു വെയിലൊന്ന് അടങ്ങിയിട്ട് വരാം എന്നുള്ളതായിരിക്കും. അപ്പോ ഇതുവരെ ഉള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ വോട്ട് ചെയ്യാൻ എത്തും എന്ന് പറയുന്നു. പക്ഷെ ഇത്തവണത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് നമ്മൾ ഓരോ ബൂത്തിലും കയറി ചെല്ലുമ്പോൾ സ്ത്രീകളുണ്ട്, ഒരുപാട് സ്ത്രീകളുണ്ട്. സാധാരണഗതിയിൽ ഈ സ്ത്രീകൾക്ക് രാഷ്ട്രീയം, അതായത് ഇലക്ഷൻ എന്ന് പറയുന്നത് രാഷ്ട്രീയം മാത്രമല്ല, പക്ഷെ പൊതുവെ ഉള്ള ഒരു ധാരണ രാഷ്ട്രീയമാണ് എന്നുള്ളതാണ്. അപ്പോൾ രാഷ്ട്രീയത്തിനോട് താല്പര്യമില്ലാത്ത ആളുകൾ എന്റെ ഒരു വോട്ട് കിട്ടിയിട്ട് എന്താണ്, അല്ലെങ്കിൽ അതുകൊണ്ട് എന്താകും എന്നുള്ളൊരു ചോദ്യം ഉള്ളിലൊക്കെ വെച്ചിട്ട് ആരും വരാറില്ല. അപ്പോ ഈ തവണത്തെ ഓരോ സ്ഥലത്തും പോയി നോക്കുമ്പോൾ സ്ത്രീകൾ ഒരുപാടുണ്ട്. അതായത് വോട്ട് ചെയ്യുന്ന വോട്ടേഴ്സ് ഒരുപാട് പേര് വന്നിട്ടുണ്ട്, മിസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അത് സ്വാഭാവികമായിട്ടും വലിയ അമ്മ വോട്ട് ചെയ്യാൻ പോകല്ലേ? വോട്ട് ചെയ്യാൻ പോവില്ല. ഇതൊക്കെ വിശേഷങ്ങൾ ചോദിക്കട്ടെ. നേമത്തെ എങ്ങനെയുണ്ട് തിരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെ? സൂപ്പറായിരുന്നു. എനിക്കറിഞ്ഞൂടാ, ഒന്നും അറിയില്ല, പക്ഷെ വോട്ട് ചെയ്യാൻ വന്നിരിക്കാണ്. എങ്ങനെ നോക്കിയിട്ടാ? നേതാവിനെ നോക്കിയിട്ടാണോ, പാർട്ടി നോക്കിയിട്ടാണോ? ഒന്നുമല്ല, സാധാരണ എപ്പോഴും ഒരു വോട്ടുണ്ട്, അതങ്ങ് കൊടുക്കും, അത്രേ ഉള്ളൂ. അതാണ് ചിലര് അങ്ങനെ നോക്കിയല്ല, പാർട്ടി നോക്കിയല്ല. ആരൊക്കെ മത്സരിക്കുന്നതെന്ന് അറിയാമോ? അതെല്ലാം അറിയാം. എന്റെ വോട്ട് അത് എന്റെ അല്ല അങ്ങനെയല്ല, ഒന്നും അറിയില്ല എന്ന് പറഞ്ഞോണ്ട് ചോദിച്ചാണ്. നമ്മളിപ്പോ വോട്ട് ആർക്ക് ചെയ്യുന്നതെന്നൊന്നും ചോദിക്കാൻ പാടില്ല, അത് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അവർ പരിഗണിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് എന്നുള്ളതാണ്. എന്തായാലും ഈ പറയുന്നത് പോലെ എല്ലാ തരത്തിലുള്ള വാഗ്ദാനങ്ങളും നൽകി കഴിഞ്ഞു. ഇനി ആര് വരും, ഈ അടുത്ത മുഖ്യമന്ത്രി ആര് എന്നുള്ളൊരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ ഓരോ വോട്ടർമാരും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാമല്ലേ? ഒരു മാസം വെയിറ്റ് ചെയ്യൂ, നമുക്കറിയാം അല്ലെ? സസ്പെൻസ് ആകാംക്ഷയൊക്കെ പൊട്ട ഇനി ഒരു മാസം കാത്തിരിക്കും.